റാം. വയലാർ രാമവർമ്മയുടെ അനുസ്മരണത്തിന് പോയപ്പോഴാണ് ആദ്യമായി റാമിനെ കാണുന്നത്. ഒരു കവിയെന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങിയ കാലമായിരുന്നു അത്. സമകാലിക മലയാളം, ദേശാഭിമാനി, ഭാഷാപോഷിണി തുടങ്ങിയ നിരവധി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കവിതകൾ വന്നിരുന്നു അക്കാലത്ത്. അന്ന് വയലാർ അനുസ്മരണ വേദിയിൽ കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ റാം എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തെ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ രാംദാസ്, മാർക്കറ്റിംഗ് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹം. ഞാൻ രമ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും കവിതകളൊന്നും തന്നെ വായിച്ചിട്ടില്ല. ഇനി വേണം വായിക്കാൻ. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ പരിചയപ്പെടുത്തൽ എനിക്ക് ഇഷ്ടമായി. ഞങ്ങൾ പിന്നെയും കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ചിരുന്നു. കാണാൻ അതീവ സുന്ദരനായ റാമിന് ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയായിരുന്നു. പുതിയ കവിതകളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. നല്ല വായനാശീലവും നിരീക്ഷണവുമുള്ള ആളാണെന്ന് മനസ്സിലായി. കുറച്ചു നേരം നീണ്ടുനിന്ന സംസാരത്തിന് ശേഷമാണ് പിരിഞ്ഞത്. തിരികെ പോരുമ്പോൾ അയാളുടെ തെളിഞ്ഞ കണ്ണുകളും കുറ്റിത്താടിയും ഇളം ചെമ്പ് നിറം കലർന്ന മുടിയും രോമാവൃതമായ കൈവിരലുകളും സ്ഫടിക നിറമുള്ള നഖങ്ങളും കാഴ്ചയിൽ തങ്ങി നിന്നു. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ MA-ക്ക് പഠിച്ചുകൊണ്ടിരുന്ന തുറവൂർ ശങ്കരാചാര്യ റീജിയണൽ കോളേജിൽ എന്തോ ആവശ്യത്തിനു വേണ്ടി റാം വന്നപ്പോഴാണ് അയാളെ വീണ്ടും കണ്ടത്. ഏറെ നാളത്തെ പരിചയമെന്ന പോലെ അയാൾ അടുത്തു വന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ ലക്കം ദേശാഭിമാനിയിൽ വന്ന കവിത വായിച്ചെന്നും നന്നായിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നീട് പലപ്പോഴും തമ്മിൽ കണ്ടുമുട്ടാനിടയായി. ഞാൻ പോകുന്ന കവിയരങ്ങുകളിലും സാംസ്കാരിക പരിപാടികളിലുമൊക്കെ റാം സ്ഥിരം സാന്നിധ്യമായി. സൗഹൃദം വളർന്നു. അയാളുടെ സാമീപ്യം സന്തോഷിപ്പിച്ചു. എൻ്റെ കവിതകളുടെ ആദ്യ വായനക്കാരൻ എന്ന നിലയിലേക്ക് എത്താൻ മാത്രം അദ്ദേഹം എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു. കൂടുതൽ അടുക്കുംതോറും തേടിയ എന്തൊക്കെയോ അയാളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. എന്നാലും എല്ലാവരോടും എന്ന പോലെ അദ്ദേഹത്തോടും അകലം പാലിച്ചു. അദ്ദേഹത്തെ വിശ്വസിക്കാൻ പാടായിരുന്നു. എന്നോടുള്ള സ്നേഹത്തെ പോലും സംശയത്തോടെ മാത്രം കണ്ടു. എന്നെ എങ്ങനെ മനുഷ്യർക്ക് സ്നേഹിക്കാൻ കഴിയും എന്ന അപകർഷതാബോധം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഒട്ടും വൈകാതെ ഞാൻ കരുതിയതുപോലെ തന്നെ റാം അയാളുടെ പ്രണയം തുറന്നു പറഞ്ഞു. രണ്ടാമതൊന്ന് ആലോചിക്കാതെ തന്നെ നിരസിച്ചു. റാമിനെ അത് വിഷമിപ്പിച്ചെങ്കിലും അയാൾ പിന്മാറിയില്ല. എന്നോട് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. സന്തോഷിപ്പിക്കാനും വേദനകൾക്ക് താങ്ങാകാനും അറിഞ്ഞോ അറിയാതെയോ അയാൾ ശ്രമിച്ചു കൊണ്ടിരുന്നു. അതുവരെ അനുഭവിക്കാത്ത സ്നേഹം, പ്രണയം, വാത്സല്യം, സുരക്ഷിതത്വം ഒക്കെ അയാളിൽ നിന്ന് അറിയുകയായിരുന്നു. അയാളുടെ സാമീപ്യം അനിവാര്യമായ ഒന്നായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്നെ വലിച്ചടിപ്പിച്ചു. ഞാൻ അയാളെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം എൻ്റെ വേദനകളെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ അയാളുടെ സ്നേഹത്തിൽ വേദനകളെ മറന്നു. വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു ഭയം പിടികൂടുമായിരുന്നു. വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും തീവ്ര യുദ്ധങ്ങൾ കണ്ടുവളർന്ന എനിക്ക് വിവാഹമെന്ന സങ്കല്പത്തോട് വെറുപ്പും ഭയവുമായിരുന്നു. അങ്ങനെ ഒരു അപകടത്തിൽ ഒരിക്കലും ചെന്ന് വീഴാതിരിക്കാനും ആഗ്രഹിച്ചു. പക്ഷേ റാം എൻ്റെ എല്ലാ ധാരണകളെയും മാറ്റിമറിക്കും. പരസ്പരം സ്നേഹിച്ചും പ്രണയിച്ചും ലാളിച്ചും ഞങ്ങൾ ഈ ജീവിതം ജീവിച്ചു തീർക്കുമെന്ന് വിശ്വസിച്ചു. നീ എത്ര സുന്ദരിയാണെന്നും നിന്നെ എനിക്ക് മാത്രമായി കിട്ടിയത് എൻ്റെ പുണ്യമാണെന്നും അയാൾ എൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. ഉള്ളിലെ അപകർഷതാബോധത്തിൻ്റെ ഉറച്ച പാറക്കൂട്ടങ്ങൾ അലിഞ്ഞില്ലാതെയായിക്കൊണ്ടിരുന്നു. റാം എൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. രണ്ടിടത്തു നിന്നുമുള്ള കഠിനമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ MA പഠനം കഴിഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം കേരള സാഹിത്യ അക്കാദമിയിൽ പഠനത്തിന് വേണ്ടി താമസമാക്കി. വായനയുടെയും സൗഹൃദത്തിൻ്റെയും വിശാലമായ ഒരു ലോകത്ത് ഞാൻ മതിമറന്ന് ജീവിച്ച കാലങ്ങളായിരുന്നു അത്. വായനയെയും എഴുത്തിനെയും അത് കൂടുതൽ പുതുക്കിക്കൊണ്ടിരുന്നു. എന്നെ തേടി നിരവധി പുരസ്കാരങ്ങളെത്തി. കാവ്യജീവിതം കൂടുതൽ സജീവമായി. അപ്പോഴൊക്കെയും റാമിൻ്റെ സ്നേഹത്തിനുള്ളിൽ കെട്ടിക്കിടന്നു. അദ്ദേഹമില്ലാത്തൊരു നിമിഷത്തെപ്പറ്റി പോലും ചിന്തിക്കാൻ കഴിയാതെ എന്നെ തന്നെ ഉരുക്കി അദ്ദേഹത്തെ പ്രണയിച്ചു കൊണ്ടിരുന്നു. ഒത്തിരി യാത്രകൾ ചെയ്ത് കാലുകൾ വേദനിക്കുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ചു. വേദനകളിലൊപ്പം വേദനിച്ചു. അപ്പോഴും സ്വാർത്ഥതയുടെ ഒരു ഇരുമ്പുകൂടിനുള്ളിൽ സ്നേഹത്തിൽ പൊതിഞ്ഞുകൊണ്ട് തിളച്ചിട്ടിരുന്നത് ഞാനറിയാതെ ആസ്വദിച്ചു കൊണ്ടിരുന്നു. മറ്റെന്തിനേക്കാളും സ്നേഹമായിരുന്നു വേണ്ടിയിരുന്നത്.